Hello everyone, a quick reading on രണ്ട് group 1 black tourmaline crystal and group 2 citrine crystal. So let's start with group 1. Hello group 1 choose ചെയ്തത് black tourmaline crystal ആണ്. So topic ആണ് എന്താണ് പ്രേക്ഷകരുടെ love life trauma. Okay, so ഇതാണ് guided. So let's see. Love life trauma. Okay. 10 of Swords, 6 of Wands, Knight of Wands. You know, പ്രേക്ഷകരുടെ റിപ്പീറ്റഡ് പാറ്റേൺ ആണിത്. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ലവർ, നിങ്ങളുടെ സ്പൗസ് ആകാം, അല്ലെങ്കിൽ കറണ്ട് ലവർ ആകാം, അല്ലെങ്കിൽ നേരത്തെയുള്ള നിങ്ങളുടെ എക്സസ് ആകാം. ഓക്കെ, നിങ്ങളുടെ പാറ്റേൺ ഇതാണ്. നിങ്ങൾ നല്ലപോലെ വിശ്വസിക്കും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കും. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ആ സക്സസ്ഫുൾ റിലേഷൻഷിപ്പിൽ കിട്ടുന്നത് ബിട്രയലാണ്. ഓക്കെ, ഏതെങ്കിലും രീതിയിലൊരു ചതി അല്ലെ ഒരു വഞ്ചന. ഓക്കെ, അത് നിങ്ങളുടെ വിഷസ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എപ്പോഴും ഈ സംഭവം നടക്കുന്നതാണ്. നിങ്ങൾ മൂവ് ഓൺ ആകാൻ ശ്രമിക്കും ആൻഡ് എഗെയിൻ അതേ ആൾ തിരിച്ചു വരിക വിത്ത് ന്യൂ ഹോപ്പ്, അല്ലെങ്കിൽ മറ്റൊരാൾ അതേ സ്പീഡിൽ അതേ ഇൻഫോർമേഷൻസ് അതേ വ്യക്തതയും കൊണ്ട് വരിക ദാറ്റ് ഈ റിലേഷൻഷിപ്പ് ട്രൂത്ത്ഫുൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പിന്നെയും കിട്ടുന്നത് 10 of Swords ആണ്. ഓക്കെ, സോ സംവെയർ ഐ ഫീൽ നിങ്ങൾ എന്തോ പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഈ ട്രോമയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിക്കാനുള്ളത്? ഓക്കെ, ഐ ടേക്ക് ദിസ് വൺ. നിങ്ങൾക്ക് ഈ ട്രോമ കിട്ടുന്നത് നിങ്ങളുടെ പാസ്റ്റ് ട്രോമേസിൽ നിന്നാണ്. ഓക്കെ, സോ നേരത്തെയുള്ള ലവ് ലൈഫ് അല്ലെങ്കിൽ സ്നേഹത്തിൽ മുഴുങ്ങിയിരുന്ന ഒരു ആൾ, അത് ആരുമാകാം. ഓക്കെ, അവരിൽ നിന്ന് കിട്ടിയ ഒരു വഞ്ചനയാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ആൻഡ് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആകുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ചോയ്സസ് ലഭിക്കാറുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് വഴികൾ ലഭിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ പിന്നെയും അതേ ചോയ്സ് ആണ് എടുക്കുന്നത്. സോ എവിടെയോ പ്രേക്ഷകരുടെ ചോയ്സസ് അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചോയ്സസ് ശരിയാവുന്നില്ല. ഓക്കെ, എവിടെയോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ റിസ്ക് നോക്കുന്നുണ്ടാകാം, നിങ്ങൾ ആളുടെ റെഡ് ഫ്ലാഗ്സ് നോക്കുന്നുണ്ടാകാം. പക്ഷേ എന്തൊക്കെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ അൾട്ടിമേറ്റ്ലി അതേ സെയിം ഡിസിഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കൂ ഇഫ് ദിസ് റെസനേറ്റ് വിത്ത് യു. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ what else trauma are they facing in their love life? 10 of Cups. Okay, strength. നല്ലൊരു ഫാമിലി ആകാനുള്ള, നല്ല ഒരു കുടുംബമാകാനുള്ള എല്ലാ കഴിവുകളും, എല്ലാ ഒത്തൊരുമ ഈ ഒരു ലവറിൽ നിങ്ങൾക്ക് കാണാം ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റാൾക്കാർക്കും കാണാം. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പുഷ് ചെയ്യുകയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് വരാൻ. ദാറ്റ് ഈസ് ഇപ്പോൾ പറയുന്നത്, അത്ലറ്റ്സിനെ കാണാറില്ലേ, അവർ ഈ ഓരോ സ്പോർട്സിൽ പോകുമ്പോഴും ഏറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവരുടെ മാസ്റ്റേഴ്സ് അവരെ ഒന്നും കൂടി പുഷ് ചെയ്യും, ഇച്ചിരി കൂടി ബെറ്റർ ആകാൻ. അതാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ നടക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആകും കാര്യങ്ങൾ. ഓക്കെ, എപ്പോഴും ഒരു ടെസ്റ്റിംഗ് പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ലോയൽറ്റി, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആൻഡ് അതൊരു ട്രോമയായി മാറുകയാണ്. 2 of Cups, Death and the Hermit. Okay, so yes, എപ്പോഴും ഒരു ലവിങ് റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടാകും, പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും, പെട്ടെന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, പെട്ടെന്നൊരു സെപ്പറേഷൻ, അല്ലെങ്കിൽ വഴുക്ക ബഹളം. ഓക്കെ, സംവെയർ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വന്നു ചേരും ആൻഡ് നിങ്ങൾ അഗെയിൻ
ഒരു മോഡിലേക്ക് നിങ്ങളെ തള്ളിയിടുകയാണ്. ബട്ട് അവിടെ ഒരു നല്ല ഗുണമുണ്ടാകുന്നത് നിങ്ങൾ ഏറെ പഠിക്കുന്നു. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ചില പ്രേക്ഷകർ അവരുടെ ജോലിയിൽ മെച്ചപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില പ്രേക്ഷകർ അവരുടെ ജീവിതം നന്നാക്കാനുള്ള കാര്യങ്ങൾ, ചിലർ പുതിയ മോഡ് ഓഫ് വരുമാനം അത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ സൊല്യൂഷൻ ഫോർ ദിസ് ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ സന്തോഷം എന്താണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. ഓക്കെ, പല പ്രേക്ഷകർക്ക് അവരുടെ ഫാമിലിയിൽ ആൾക്കാരുണ്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ വെദർ ഇത് ശരിയാകുമോ ഇല്ലോ. നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കാം. സി ദ ട്രൂത്ത്. പലരും നിങ്ങൾക്ക് ആ സത്യാവസ്ഥ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അവിടെ ഒരു കട്ട് ഓഫ് ചെയ്യൂ. ഓക്കെ, ഏറെ ശ്രദ്ധിക്കൂ. ഡിസിഷൻ എടുക്കാൻ ഏറെ ടൈം എടുക്കൂ ആൻഡ് ദെൻ ഡിസിഷൻ എടുക്കൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങളുടെ ലവ് ലൈഫ് ട്രോമ. ഡീറ്റെയിൽ റീഡിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട പ്രേക്ഷകർക്ക് പേഴ്സണൽ റീഡിംഗ് നമ്പർ ആസ് വെൽ ആസ് ഇതേ നമ്പറിൽ ഹീലിംഗ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സേൽസ് ടീമിൻ്റെ നമ്പർ ഉണ്ട്. നമ്മുടെ കയ്യിൽ മണി കപ്പ്, എഡ്യൂക്കേഷണൽ കപ്പ് അവൈലബിൾ ആണ്. ഏറെ ബ്രേസ്ലെറ്റ്സ് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ വരാൻ ആൻഡ് ജീവിതത്തിൽ നല്ല ചേഞ്ചസ് വരാനുള്ള പല ബ്രേസ്ലെറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സേൽസ് ടീമിനോട് നിങ്ങൾക്ക് സിറ്റുവേഷൻ പറയാം, മെസ്സേജ് അയയ്ക്കുക. കൈൻഡ്ലി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് ചെയ്ത ഉടനെ തന്നെ റിപ്ലൈ കിട്ടണം എന്നില്ല. മൈറ്റ് ബി ഒരു 3 to 4 hours എടുക്കാം, ബട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ, ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് സിട്രീൻ ക്രിസ്റ്റൽ ആണ്. സോ ഇവിടെ നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ ലവ് ലൈഫ് ട്രോമ എന്താണ്. ഓക്കെ, ഫസ്റ്റ് 7 of Wands. ഓക്കെ, ഓൾ റൈറ്റ്. Defensive energy, 9 of Swords, High Priestess. പ്രേക്ഷകരുടെ ലവ് ലൈഫ് ട്രോമ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന പാർട്ട്ണർ. ഓക്കെ, അത് നിങ്ങളുടെ കറണ്ട് പാർട്ട്ണർ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സസ് ആകാം. ഓക്കെ, എപ്പോഴും അവർക്കൊരു ഡിഫെൻസീവ് നേച്ചറാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാതിരിക്കുക. അവർ പറയുന്നത് മാത്രം ശരി അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് മാത്രം ശരി എന്നുള്ള സിറ്റുവേഷൻ എന്നും നിങ്ങൾ നേരിടേണ്ടി വരിക. ഓക്കെ, ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ലവ് ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ മറ്റ് റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം ഏറെ വരുന്നുണ്ട്. 9 of Swords ഇത് നിങ്ങളെ ഏറെ ടെൻഷൻ, സ്ട്രെസ് ആസ് വെൽ ആസ് എങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചില പ്രേക്ഷകർ ഡിപ്രഷൻ മോഡിൽ പോകുന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ചുറ്റിനുള്ള എല്ലാവരും ഡിഫെൻസീവ് മോഡിലാണ്. നിങ്ങൾ പറയുന്നത് അംഗീകരിക്കരുത് എന്നുള്ളൊരു വാക്യം കൊണ്ട് നടക്കുകയാണ്. ദാറ്റ് ഈസ് യെസ്, അങ്ങനെ മതി. ഓക്കെ, ഇതിൽ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ അടഞ്ഞു പോവുകയാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഏറെയില്ല. ഓക്കെ, നിങ്ങൾക്ക് കൂട്ട് നിൽക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ലായിരിക്കാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ആരുമില്ലായിരിക്കാം. ഓക്കെ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സോ എന്താണ് സൊല്യൂഷൻ ഫോർ ദിസ് ട്രോമ? 9 of Cups. ഓക്കെ, 10 of Cups. ഓൾ റൈറ്റ്, ആൻഡ് ദ ടവർ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ സന്തോഷങ്ങൾ എവിടെയാണ്. ഓക്കെ, എങ്ങനത്തെ ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. ഓക്കെ, അതാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ 10 of Cups, അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ഏതൊക്കെ ആൾക്കാർ നിങ്ങളെ അംഗീകരിക്കുന്നു ആസ് എ പേഴ്സൺ. ഓക്കെ, അവരോട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ടവറാണ്, ദാറ്റ് ഈസ് ചേഞ്ചസിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഏതൊരു ചേഞ്ച് വന്നാലും ഈ ചേഞ്ച് എനിക്ക് നല്ലതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ചേഞ്ചിനെ അംഗീകരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് സെയിങ്. എന്താണ് പ്രേക്ഷകരുടെ ലവ് ലൈഫ് ട്രോമ? Queen of Wands. Okay. Knight of Wands and 4 of Wands. Okay. See, എവിടെയോ നിങ്ങൾക്ക്
നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്, എന്നാൽ പോലും നിങ്ങൾ ഒന്നും കൂടി പുഷ് ചെയ്യുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നും കൂടി ഇൻഡിപെൻഡൻ്റ് ആവും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബൈ ദ യൂണിവേഴ്സ് ആസ് വെൽ. ഓക്കെ, നിങ്ങളുടെ ദൈവങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും കൂടി ഇൻഡിപെൻഡൻ്റ് ആകണം. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ് ആണ്. ഇത്രയും കൂടി സ്പീഡ് കൂട്ടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ, ഓക്കെ, അഫർമേഷൻസ്, റിച്വൽസ്, അതുപോലെ തന്നെ പ്രയത്നങ്ങൾ. ഓക്കെ, 4 ഓഫ് വോൺസ് ആണ് പറയുന്നത് നിങ്ങൾ എവിടെ സന്തുഷ്ടരാണോ ആ സ്ഥലത്ത് ജീവിക്കാൻ ശ്രമിക്കൂ. ഓക്കെ, ഈവൻ ഇഫ് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എതിർക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബിക്കോസ് ആ സ്ഥലം എവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ സ്ഥലം നിങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ കൊണ്ടുതരും. ഓക്കെ, ഓക്കെ, വാട്ട് ഈസ് ദി അഡ്വൈസ്? ഏസ് ഓഫ് സ്വേർഡ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് wands ആൻഡ് ഒരു കാർഡും കൂടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ വിൽ ടേക്ക് ദാറ്റ്. 4 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് ആദ്യം ക്ലാരിറ്റി കൊണ്ടുവരൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ സഹായിക്കാൻ ആരൊക്കെയുണ്ട്. ഓക്കെ, സെക്കൻഡ്, എത്ര സ്കിൽസ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും അത് ചെയ്യുക. തേർഡ്, നിങ്ങൾക്ക് എവിടെയൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ആ ആളുടെ സപ്പോർട്ട് എടുക്കുക. ഓക്കെ, ഓൾറൈറ്റ്. വിഷമഘട്ടങ്ങളുണ്ട്, അതിനെ ഫോർഗിവ് ചെയ്യാൻ പഠിക്കുക. ആൻഡ് നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ അത് ഓൺലൈൻ ഓഫ്ലൈൻ ഏത് രീതിയിലും ആയിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ ശ്രമിക്കുക. സോ 9 to 5 ജോബ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിലും കൂടി ശ്രദ്ധിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഐ വോണ്ട് ടു ടേക്ക് ദീസ് കാർഡ്സ് ഫോർ യു. സോ നോക്കാം, അഡ്വൈസിന് ഈ കാർഡ് തന്നെ എടുക്കുന്നത്. ഓക്കെ, ഫോർ യു. ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് നിൽക്കുന്നത്. സോ മൈറ്റ് ബി യെസ്, എൻസൈറ്റിയുടെ കാർഡ് നമുക്ക് കിട്ടിയിരുന്നു. ഓൾറൈറ്റ്, സോ ഹെൽത്തിൽ ഏറെ ശ്രദ്ധിക്കൂ, പെർട്ടിക്കുലർലി മെൻറ്റൽ ഹെൽത്ത് ആൻഡ് പേഴ്സണൽ പവർ. നിങ്ങളുടെ പവർ തിരിച്ചറിയൂ. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ എന്താണ് അത് തിരിച്ചറിയൂ. ആൻഡ് നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് ആരില്ല അത് നന്നായി തിരിച്ചറിയൂ. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാം. പഠിക്കണമെങ്കിൽ പഠിക്കൂ, ഇൻഫർമേഷൻസ് നേടണമെങ്കിൽ അത് നേടൂ. ഓക്കെ, ആൻഡ് സ്വയമേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങൂ. ചെയ്യുമ്പോൾ മറ്റാൾക്കാരെ ഉൾപ്പെടുത്താതിരിക്കൂ. ബിക്കോസ് പേഴ്സണൽ പവർ മീൻസ് ഒറ്റയ്ക്ക് ചെയ്യുക എന്നതാണ്. ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ഒറ്റയ്ക്കാണ്. ഓക്കെ, സോ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ചേരേണ്ട ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. ഓക്കെ, സോ ഇതാണ് ഗൈസ് നിങ്ങളുടെ ലവ് ലൈഫ് ട്രോമ. എത്ര ഈ വീഡിയോ റെസനേറ്റ് ആയി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക ഈ വീഡിയോ. ഓക്കെ, ആൻഡ് yeah, that's it. So see you in my next video. Bye.